ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കൽഹാനയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്ലോഗില് ലണ്ടനിൽ ഞങ്ങളിട്ട ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളും ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തിലെ വിശേഷങ്ങളും കുറച്ച് പാചകവും ഒക്കെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ലണ്ടനിൽ നമ്മുടെ വീടിന് അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇന്നേ ദിവസം പൊങ്കാലയുണ്ട്. സ്ഥലപരിമിതി മൂലം അമ്പലത്തിനകത്തൊരു വലിയ ചെമ്പിൽ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ദേവിക്ക് പൊങ്കാല അർപ്പിക്കാറ്. എല്ലാ വർഷവും ഞങ്ങൾ അമ്പലത്തിൽ പോയാണ് പൊങ്കാല അർപ്പിക്കാറ്. പക്ഷെ ഈ വർഷം നല്ല കാലാവസ്ഥയായിരുന്നു. ദേവിയുടെ അനുഗ്രഹത്താല് തണുപ്പ് അധികം ഇല്ലായിരുന്നു. രാവിലെ ഒരു 8 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ടെമ്പറേച്ചർ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വീട്ടിൽ തന്നെ പൊങ്കാല ഇട്ടു. ഞങ്ങളെന്ന് പറഞ്ഞാല് ഞാനും ചേച്ചിയെ പിന്നെ എല്ലാവർക്കും അറിയാവല്ലോ അല്ലെ. വീട്ടിലാണ് പൊങ്കാല അർപ്പിച്ചതെങ്കിലും ആചാരങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്കൊക്കെ കത്തിച്ച് ഗണപതി ഒരുക്കൊക്കെ വെച്ച്, ഗണപതി ഒരുക്കെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായോ? നമ്മൾ ഫോട്ടോയ്ക്ക് മുമ്പിൽ അവലും മലരും പഴവും ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ചിട്ട് ഒരുക്കില്ലേ? അതിനെ പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഗണപതി ഒരുക്കെന്നും വച്ചൊരുക്കെന്നും പടുക്കയെന്നും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് ലളിതാ സഹസ്രനാമത്തോടു കൂടിയാണ് ഞങ്ങളുടെ പൊങ്കാല ആരംഭിച്ചത്. നമ്മളിപ്പോ അടുപ്പിന് തീ കൊടുക്കുവാണ്. ഞങ്ങൾക്ക് ഇവിടെ ബാർബിക്യൂ വിറവ് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പം ബാർബിക്യൂ വിറവ് മേടിച്ച് കർപ്പൂരം കത്തിച്ചാണ് ഞങ്ങൾ അടുപ്പിൽ തീ കൊളുത്തിയത്. നമുക്കിവിടെ ഗാർഡനിൽ വിറകൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അതൊക്കെ നനഞ്ഞു കിടക്കുവാണ്. ഇവിടെ തണുപ്പല്ലേ. നമ്മളിപ്പോ പൊങ്കാല വീട്ടിലിടണമെന്ന് നേരത്തെ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഒരാഴ്ച കൊണ്ടുള്ള പ്ലാനിങ് ആണിത്. കാരണം കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയാതെ നേരത്തെ പ്ലാൻ ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് വിറകൊന്നും ഉണക്കി വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ബാർബിക്യൂവിന്റെ വിറക് ഇവിടെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ അടുപ്പൊക്കെ നന്നായിട്ട് കത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുപ്പിൽ വെള്ളം വെച്ചിട്ട് വെള്ളം തിളയ്ക്കാനുള്ള കാത്തിരിപ്പാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ രണ്ടുപേരും ഇവിടെ ഇല്ല. അവര് ഞങ്ങളുടെ പൊങ്കാല മിസ് ചെയ്തു. അവർക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ അവര് രാവിലെ പോയി. ഞാൻ ഇന്ന് ലീവാണ്. സുനിലേട്ടൻ ഞങ്ങളുടെ പൊങ്കാല കഴിഞ്ഞിട്ട് പോകും. ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു. ഞങ്ങളിപ്പോ പ്രാർത്ഥനയോടെ അരി കഴുകി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഈ പൊങ്കാല പായസം തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഒരാഴ്ച മുമ്പ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പൊങ്കാല പായസം തയ്യാറാക്കാൻ അറിയാത്തവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കൂ. അതിൽ ട്രഡീഷണൽ രീതിയിൽ എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല തയ്യാറാക്കുന്നതെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോ നമ്മൾ അരി തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടില്ലേ? ഇവിടുത്തെ തണുപ്പ് കാരണമാണ് ഇപ്പൊ ഇലയൊക്കെ കൊഴിഞ്ഞിങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ ചെറുതായിട്ട് നമുക്ക് ഡെയ്സി ഒക്കെ മുളച്ചു വന്നിട്ടുണ്ട്. റോസയിലൊക്കെ ചെറുതായിട്ട് തളിരിലയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ദേവി കടാക്ഷം കൊണ്ട് വളരെ നല്ലൊരു പൊങ്കാലയായിരുന്നു. ഒരുപാട് ബ്ലെസ്സിങ്സ് ഫീൽ ചെയ്തു. ഞങ്ങൾക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാതെ പൊങ്കാല നന്നായിട്ട് പൂർത്തിയാക്കാൻ പറ്റി. ഇടയ്ക്ക് മഴയോ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല. വലിയ കാറ്റും ഒന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് ചെറിയ കാറ്റ് വന്ന് നമ്മുടെ വിളക്കൊക്കെ കെടുത്താൻ തുടങ്ങി. അല്ലാണ്ട് കാറ്റിന്റെ ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടായില്ല. സാധാരണ ഇവിടെ തണുപ്പില്ലെങ്കിലും കാറ്റൊക്കെ വന്ന് ശല്യം ചെയ്യേണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. നന്നായിട്ട് തന്നെ പൊങ്കാല ചെയ്തെടുക്കാൻ പറ്റി. നമ്മുടെ പൊങ്കാല പായസം ഇവിടെ കുറുകി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുപ്പ് കെടുത്തി കൊടുക്കാം. തീ കെടുത്തി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ തന്നെയാണ് ആരതി ഒഴിയവും പൊങ്കാല നേദിക്കുകയൊക്കെ ചെയ്യേണ്ടത്. കാരണം നമ്മൾ വീട്ടിലല്ലേ പൊങ്കാല ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ആരതിയൊക്കെ ഒഴിഞ്ഞതും അതുപോലെ തന്നെ പൊങ്കാല പായസം നേദിക്കാൻ പോകുന്നതും. അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഞങ്ങൾ വിദേശത്താണ് താമസിക്കുന്നതെങ്കിലും ഇങ്ങനെയുള്ള നമ്മുടെ ഒരു സെലിബ്രേഷൻസും അവോയ്ഡ് ചെയ്യാറില്ല. പറ്റുന്ന സമയത്തൊക്കെ നമ്മുടെ റിച്വൽസ് എല്ലാം ഫോളോ ചെയ്ത്, നമ്മുടെ എല്ലാ ആചാരങ്ങളും ഫോളോ ചെയ്ത് നമ്മുടെ എല്ലാ സെലിബ്രേഷൻസും ഞങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ കുട്ടികളിലേക്ക് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ട്രഡീഷൻസും ഒക്കെ പകർന്നു കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിങ്ങനെ വിദേശത്ത് താമസിക്കുമ്പോൾ നമുക്കിതൊക്കെ വലിയൊരു നൊസ്റ്റാൾജി അല്ലേ.
എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കിതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. അമ്മുമ്മയുടെയും അമ്മയുടെയും ഒക്കെ പുറകെ നടന്ന് ഇതൊക്കെ കാണാനും ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ കുട്ടികള് ഇവിടെ വിദേശത്ത് വളരുന്ന കുട്ടികളായോണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണയില്ല, വലിയ താല്പര്യവും ഇല്ല. അവരുടെ വളരുന്ന പ്രായത്തില് നമ്മൾ ഇതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലുമൊക്കെ ഇത് കിടക്കും. കാരണം നമ്മുടെ കുഞ്ഞുനാളില് കണ്ട പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിന്റെ കോണിൽ പലയിടത്തും ഇല്ലേ. അതിപ്പോ നമുക്ക് നൊസ്റ്റാൾജി ആയിട്ട് പലയിടത്തും നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ നമ്മുടെ കുട്ടികൾക്കും കൂടി പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സായിപ്പിന്റെ നാട്ടിലായിട്ട് കൂടി ഞങ്ങള് ഈ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് പൊങ്കാല പായസം ഒക്കെ ദേവിക്ക് സമർപ്പിച്ചു, നന്നായി പ്രാർത്ഥിച്ചു. ഇനിയിപ്പം ഞങ്ങളുടെ അന്നത്തിനുള്ള വക നോക്കണം. അപ്പൊ ഞങ്ങള് ടയേർഡായി കേട്ടോ. പൊങ്കാല കഴിഞ്ഞപ്പോ, പൊങ്കാല ഇട്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും, ഭയങ്കര റിയലി എക്സോസ്റ്റഡ് ആവും പൊങ്കാല കഴിയുമ്പോൾ. അപ്പൊ ഞങ്ങൾ വന്ന് വേഗം ദോശമാവൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ വേഗം ഒരു ദോശയും തേങ്ങാ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഞങ്ങള് ദോശ കഴിക്കുവാണ്. ദോശയും തേങ്ങാ ചമ്മന്തിയും ചായയും കൂടിയാണ് സുനിലേട്ടൻ ചേച്ചിക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സുനിലേട്ടന് വേഗം പോകണം. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ രണ്ടുപേരും കൂടെ കഴിച്ചു. വിശപ്പും പരവേശവും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഈ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഈ കഴിക്കുന്ന ദോശയ്ക്ക് അതിനൊരു വല്ലാത്ത ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ദോശ മാത്രമല്ല കേട്ടോ, പൊങ്കാല പായസവും കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു പൊങ്കാല പായസത്തിന്. ഞങ്ങൾ ഉണ്ടാക്കിയ പായസം ആയതുകൊണ്ട് പറയല്ലോ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി കുറച്ച് ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കണം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് സുനിലേട്ടൻ ജോലിക്ക് പോയി. ഞാൻ കുറച്ച് കുക്കിംഗ് പരിപാടികളിലേക്കും പോയി. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ അത് കാരണം കുക്കിംഗ് വേഗം തീർക്കണം. അതിനായിട്ട് ഒരു കുക്കറിൽ ചോറ് വെക്കാനായിട്ട് വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കുവാണ്. അപ്പൊ അതിനായിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്, മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടിയാണ് എടുത്തേക്കുന്നത്. എല്ലാം കൂടെ കട്ട് ചെയ്ത് ഒരു മൺകലത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള നാടൻ കറികളൊക്കെ എനിക്ക് മൺകലത്തിൽ ഉണ്ടാക്കാനാണ് ഇഷ്ടം കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണോ കറി വെക്കുന്നതെന്ന് ഒന്ന് പറയണേ. ആരെങ്കിലും ചക്കുരു മാങ്ങാ കറി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നപ്പോൾ കുറച്ച് നാളികേരവും ഒരു പച്ചമുളകും കുറച്ച് ചുമന്നുള്ളിയും 2 കഷ്ണം വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും എല്ലാം കൂടെ നല്ല മഷി പോലെ അരച്ച് നമ്മുടെ വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ ഒന്ന് തിളപ്പിക്കുവാണ്. നന്നായിട്ടതൊന്ന് തിളച്ച് കിട്ടണം. തിളച്ച് കിട്ടിയപ്പോൾ അതിലേക്ക് നമ്മൾ കടുക് താളിച്ച് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞ് ഫ്രൈ ചെയ്ത് താളിച്ചതാണ്. നല്ല ടേസ്റ്റി കറിയായിരുന്നു. കൂട്ടത്തിൽ തേങ്ങ വറുത്ത ഒരു മാങ്ങാ ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ട്. അതിന്റെ റെസിപ്പി ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എനിക്ക് ചക്കക്കുരു മാങ്ങ കറിയുടെ കൂട്ടത്തിൽ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തന്നെയല്ല, കുറച്ച് ദിവസമായിട്ട് വെജിറ്റേറിയൻ ആയിരുന്നല്ലോ, വ്രതമായിരുന്നല്ലോ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട്. അത് കാരണം നോൺ വെജ് ഒന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല. എന്നാലും ഒരു മുട്ട പൊരിച്ചു, ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറും പിന്നെ നമ്മുടെ മാങ്ങാ ചമ്മന്തിയും ചക്കക്കുരു മാങ്ങാക്കറിയും കൂട്ടി ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മോളുടെ സ്കൂളിലേക്കാണ് പോകുന്നത്. അവൾക്കൊരു ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പൊ സ്കൂൾ ബസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റിന് പോകാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും. 4 മണിക്കാണ് അപ്പോയിന്റ്മെന്റ്. അപ്പൊ 2 മണിക്ക് അവളെ സ്കൂളിൽ നിന്നും കളക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ വീട്ടിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട് സ്കൂളിലേക്ക്. അപ്പൊ ഞാനും ചേച്ചിയും കൂടെ അവളുടെ സ്കൂളിലേക്ക് പോവുകയാണിപ്പോ. അപ്പൊ ഞങ്ങൾ ഇവിടെ സ്കൂളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സ്കൂളിൽ ഇതാണ് അവളുടെ സ്കൂളിന്റെ ഗേറ്റ്. നമ്മൾ സ്കൂളിൽ ഇതുപോലെ അപ്പോയിന്റ്മെന്റിനൊക്കെ പോകണമെങ്കിൽ നേരത്തെ തന്നെ സ്കൂളിൽ ഇൻഫോം ചെയ്യണം. അപ്പോയിന്റ്മെന്റിന്റെ ലെറ്റർ ഒക്കെ അവർക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മുൻകൂർ പെർമിഷൻ മേടിച്ചിട്ട് വേണം കുട്ടികളെ കളക്ട് ചെയ്യാൻ ഇവിടെ വരാന്. വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഇവിടെ ഗേറ്റിൽ ഒരു ബസർ ഉണ്ട്. ബസർ പ്രസ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴാണ് അവർ നമ്മളെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറ്റുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി അവളെ കളക്ട് ചെയ്തു. കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഡാഫോഡിൽസ് ഒക്കെ പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് കരുതി. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചെറുതായിട്ട് ചൂട് കാലാവസ്ഥ മാറി തുടങ്ങിയിട്ടുണ്ട്.
അതായത് സ്പ്രിങ് തുടങ്ങിയായി. അപ്പോൾ ഇപ്പോൾ ഡാഫോഡിൽസ് ഒക്കെ പൂക്കുന്ന സമയമാണ്. വഴിനീളെ മരങ്ങളൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞ് പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട് മരങ്ങളിൽ. ഇവിടെ ഇലകൾ വരുന്നതിന് മുമ്പ് ആദ്യം പൂക്കളാണ് മരങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല കാലാവസ്ഥയും നല്ല കാഴ്ചകളും ആയതുകൊണ്ട് അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറന്നു പോകണ്ട. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തുകയായി. അപ്പോൾ താങ്ക് യു. ബൈ.